താരനും മുടികൊഴിച്ചിലും മാറാനായി ഉലുവ നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കാറുണ്ട്. മുടി വളരാനും മുടി കരുത്തുള്ളതാകാനും ഇത് സഹായിക്കും. ഹെയർ ഗ്രോത്തിന് വേണ്ടിയുള്ള ഒരു സിറമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഇതിനായിട്ട് വേണ്ട ചേരുവകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഉലുവ, ഇതിൽ കൂടിയ അളവിൽ പ്രോട്ടീനും അതുപോലെ തന്നെ നിക്കോട്ടിക് ആസിഡും അടങ്ങിയിട്ടുണ്ട്. താരനും മുടികൊഴിച്ചിലും തടയാൻ ഇത് സഹായിക്കും. മാത്രമല്ല സ്കാൾപ്പ് ഡ്രൈ ആകുന്നത് തടയുകയും ചെയ്യും. കറ്റാർവാഴ ജെൽ, മുടി വളരാനും തിക്കാകാനും ഇത് സഹായിക്കും. മാത്രമല്ല മുടിയെ മോയിസ്ചറൈസ് ചെയ്യാനും ഇത് കാരണമാകും. വൈറ്റമിൻ ഇ ഓയിൽ ഹെയർ ഗ്രോത്ത് സപ്പോർട്ട് ചെയ്യും. ഇതിലുള്ള ആന്റി ഓക്സിഡന്റ് മുടി ഷൈനിങ് ആയിരിക്കാൻ സഹായിക്കുകയും ചെയ്യും. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം. അതിനായി ആദ്യം തന്നെ ഉലുവ നല്ല വൃത്തിയായി കഴുകിയെടുക്കുക. അതിനുശേഷം ഈ ബൗളിൽ വെള്ളം ഒഴിച്ച് ഉലുവ നന്നായിട്ട് കുതിർത്തി വെക്കുക. ഒരു രാത്രി മുഴുവൻ കുതിരാനായിട്ട് വെക്കണം. പിറ്റേ ദിവസം ആകുമ്പോൾ ഇതുപോലെ നന്നായിട്ട് കുതിർന്നു കിട്ടും. ഇനി ഇത് മിക്സ് ചെയ്യാനായിട്ട് ഒരു കണ്ടെയ്നർ എടുക്കുക. അതിലേക്ക് കറ്റാർവാഴ ജെല്ല് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഉലുവ കുതിർത്തിയ വെള്ളം അല്പാൽപമായി ചേർത്ത് ഇളക്കി കൊടുക്കുക. ഏകദേശം ഒരു 3 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല തിക്കായ പരുവത്തിന് കിട്ടുന്നത് വരെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇവിടെ നല്ല തിക്കായി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് വീണ്ടും വെള്ളം ചേർത്ത് ഇളക്കി കൊടുക്കാം. നമുക്ക് ഒരു സാധാരണ സിറത്തിന്റെ കൺസിസ്റ്റൻസി വേണം. ആ ഒരു കൺസിസ്റ്റൻസി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഒരു ബോട്ടിലേക്ക് മാറ്റാം. ഒരു ഡ്രോപ്പർ ഉള്ള കുപ്പിയിലാണ് ഇത് എടുത്തിരിക്കുന്നത്. ഡ്രോപ്പർ ഉപയോഗിച്ച് സിറം എടുത്ത ശേഷം ഇത് തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ഇതൊന്ന് വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.